നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബെല്ലി ഫാറ്റ് റിഡക്ഷൻ ഈസിലി പോസിബിൾ ആവണമെങ്കിൽ ഒരു ഫാറ്റ് കട്ടർ ഡ്രിങ്ക് ഉണ്ടോ, അങ്ങനെ പോസിബിൾ ആവുമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ബെല്ലി ഫാറ്റ് റിഡക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോൾ നല്ല പോലെ ചെയ്യണം. ഒത്തിരി ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യണം ഡയറ്റിൽ. അതേപോലെ തന്നെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ബെല്ലി ഫാറ്റ് നല്ല പോലെ കുറഞ്ഞു കിട്ടുള്ളൂ. ഹൈ ഷുഗർ, അതായത് സുക്രോസ് അടങ്ങിയിട്ടുള്ള ഹൈ സുക്രോസ് ഡയറ്റ് നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുകയാണെങ്കിൽ, ധാരാളം ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടുള്ളൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കൂടുതലായി തന്നെ വരും. അതേപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷൻ, നിങ്ങൾ ദിവസേന ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളാണ്, ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ സുക്രോസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എപ്പോഴും നമ്മൾ വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ ജാഗറി അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഹൈ ഷുഗർ ചെല്ലുന്നത് എന്നുള്ളതാണ്. അല്ല, നല്ല രീതിയിൽ റൈപ്പണായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹൈ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ലഭിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പല ചാനലിലും പല പെട്ടെന്നുണ്ടാക്കുന്ന വീഡിയോകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, മോർണിംഗ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്മൂത്തിയിൽ 4 ഡേറ്റ്സ് 2 ബനാന ഒക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സ്മൂത്തി നിങ്ങൾക്ക് ഭയങ്കര എനർജി പ്രൊവൈഡറാണ്, നിങ്ങളെ ഭയങ്കര ഹെൽത്തി ആക്കുന്നതിന് സഹായിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് ഭയങ്കര എനർജി പ്രൊവൈഡറാണ്. പക്ഷേ അത്രത്തോളം നിങ്ങൾ എനർജി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം ഫാറ്റായി മാറുന്നതിനും അത് ധാരാളം മതിയാകും. കാരണം നിങ്ങൾ കഴിക്കുന്ന ബനാനയ്ക്ക് അത്യാവശ്യം നല്ല പോലെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, അത്യാവശ്യം നല്ലോണം കാലറി ഉണ്ട്. നിങ്ങളെടുക്കുന്ന ഡേറ്റ്സിലും നിങ്ങളെടുക്കുന്ന കാഷ്യൂസിലും അത്യാവശ്യം നല്ലോണം കാലറി ഉണ്ട്. അപ്പോൾ ഒരാൾ ഒരു ഡയറ്റ് പറഞ്ഞു തരുമ്പോൾ അതിന് എത്രത്തോളം കാലറി ഉണ്ട്, അത് എത്രത്തോളം ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിച്ചതിന് ശേഷം ആ സ്മൂത്തിയോ ആ സിറപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുക്കുംബർ എന്ന് പറയുന്ന വെജിറ്റബിളിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഡയറ്റ് നിങ്ങൾക്ക് കാലറി പെട്ടെന്ന് കട്ട് ചെയ്യുന്നതിനും ഒത്തിരി ഫാറ്റ് ബേണിങ്ങിനും സഹായിക്കും. കുക്കുംബർ എന്ന് പറയുന്നത് ഇസ് എ മെഡിസിൻ. ഇഫ് യു ആർ ഹാവിങ് ഇറ്റ് റെഗുലർലി, ഒരു ദിവസം ഒരു 2 കുക്കുംബർ വീതം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു മെഡിസിനായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിക്കാം ദിവസേന കുക്കുംബർ കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്നതെന്ന്. നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം വെരി ഹൈ ആക്കുന്നതിന് കുക്കുംബറിന് വലിയൊരു റോളുണ്ട്. അതേപോലെ തന്നെ സ്കിൻ ഗ്ലോ ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു കഴിവുണ്ട് നമ്മുടെ കുക്കുംബറിന്. വൈറ്റമിൻ കെയും വൈറ്റമിൻ B6ഉം വൈറ്റമിൻ സിയും പൊട്ടാസ്യവും സമ്പുഷ്ടമാണ് നമ്മുടെ കുക്കുംബറിൽ. അതുകൊണ്ട് തന്നെ ദിവസേന 2 കുക്കുംബർ കഴിക്കുവാണ്. ഇപ്പം നൈറ്റ് ഡിന്നറായിട്ട് ദിവസേന 2 കുക്കുംബർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് തരുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലോട്ട് വളരെ കുറച്ച് കാലറിയെ ചെല്ലുന്നുള്ളൂ. ഇത് മെറ്റബോളിസം ഹൈ ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബെല്ലിയുടെ ഫാറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ ലോവർ ബെല്ലിയിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റൊക്കെ പെട്ടെന്ന് ബേൺ ചെയ്ത് കിട്ടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ബെല്ലി ഫാറ്റ് കട്ടർ ഡ്രിങ്കിൽ കുക്കുംബറിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള കുക്കുംബർ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വരാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ അൾസേഴ്സിനൊക്കെ ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആസിഡിറ്റി, ആസിഡ് റിഫ്ലോക്സ്, ബ്ലോട്ടിംഗ് തുടങ്ങിയ ഇഷ്യൂസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണില്ല. ഈ കുക്കുംബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ബേൺ ചെയ്ത് കിട്ടുന്നതിന്, പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഹെവിനെസ് നമ്മുടെ സ്റ്റൊമക്കിൽ ഒരിക്കലും ഫീൽ ചെയ്യില്ല. ധാരാളമായിട്ട് ഭക്ഷണം കഴിച്ചൊരു ഫീല് നമ്മുടെ സ്റ്റൊമക്കിൽ ഇല്ലാതിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ വളരെ ഈസി ആയിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. വിസറൽ ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണ് എന്ന് നിങ്ങൾ എവിടെ തപ്പിയാലും ആദ്യം പറയുന്നത് കുക്കുംബർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എടുക്കുന്നത്, നമ്മൾ ബെല്ലി ഫാറ്റ് റിഡക്ഷന് വേണ്ടി എടുക്കുന്ന ഫാറ്റ് കട്ടർ ഡ്രിങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുക്കുംബർ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം കുക്കുംബർ ജ്യൂസ് കഴിക്കുമോ അത്രത്തോളം കുക്കുംബർ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് 2 കുക്കുംബർ കഴിക്കാൻ സാധിക്കുമോ? ജ്യൂസാണ് എടുക്കുന്നത്, സ്മൂത്തി അല്ല. അതുകൊണ്ട് നിങ്ങൾ 2 കുക്കുംബറിൻ്റെ ജ്യൂസ് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശപ്പുണ്ടോ, 2 കുക്കുംബർ എടുക്കാം. അതിൽ ഒട്ടും നിങ്ങളുടെ ശരീരത്തിലോട്ട് ഒരുപാട് കാലറി കയറും എന്നുള്ള പേടി വേണ്ട, കാരണം കയറില്ല. ഇനി 2 മീഡിയം സൈസ് കുക്കുംബറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു 150 ml ജ്യൂസ് കുടിച്ചാലും ധാരാളം മതി. ഓക്കെ, അതോടൊപ്പം എടുത്തിരിക്കുന്നത് 2 ഇഞ്ച് വലുപ്പത്തിൽ 1 ഇഞ്ചിയുടെ കഷ്ണമാണ്. അതിനും ഈസി ആയിട്ട് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ കഴിവുള്ള അനദർ ഫുഡാണ്, അല്ലെങ്കിൽ അനദർ ഇൻഗ്രീഡിയൻ്റ് ആണ് ജിഞ്ചർ എന്ന് പറയുന്നത്.
ജിഞ്ചർ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില കിട്ടാത്തവർക്ക് പുതിനയില കിട്ടുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. മല്ലിയിലയോ പുതിനയിലയോ ചേർക്കാവുന്നതാണ്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് മല്ലിയില എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അത്ര എടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് ടേസ്റ്റിന് വേണ്ടി ഒരു അര ലെമൺ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ ലെമൺ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലെമൺ അലർജി ഉള്ളവരാണെങ്കിൽ ലെമൺ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നൈറ്റ് ഡ്രിങ്ക് ആയിട്ട് എടുക്കാം. ഡിന്നറിൻ്റെ കൂടെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എടുക്കാം. രണ്ടാണെങ്കിലും ഒരു ദിവസത്തിൽ ഈ ഒരു വെജിറ്റബിൾ ഡ്രിങ്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിന്നറിനോടൊപ്പം ഈ ഒരു കുക്കുംബർ ജ്യൂസ്, ഇത് ജ്യൂസാണ്, സ്മൂത്തി അല്ല. നമ്മൾ അതിനെ അരിച്ചെടുത്തതിന് ശേഷമാണ്, അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജ്യൂസാണ്, സ്മൂത്തി അല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിൻ്റെ കൂടെ എടുക്കാം. ഡിന്നർ എടുക്കുമ്പോൾ ലൈറ്റായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒത്തിരി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ജ്യൂസും കുടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നൈറ്റ് ഡിന്നർ എപ്പോഴും ലേറ്റായിട്ട് എടുക്കുന്നവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. 7 മണിക്ക് മുൻപ് അല്ലെങ്കിൽ 6:30 മുൻപ് ഡിന്നർ അവസാനിപ്പിക്കുന്നവർക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞത്. അതും ലൈറ്റായിട്ട് ഡിന്നർ എടുക്കുന്നവർക്ക്. എന്നിട്ട് ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ബെല്ലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കും. ഇനി ബെല്ലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ 100% എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡികളാണ്. അല്ലാതെ രാവിലെ 2 പഴവും 4-5 ഡേറ്റ്സും ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂസൊക്കെ അടിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി കിട്ടും. ഒരു പ്ലേറ്റ് ചോറുണ്ണുന്നതിൻ്റെ അത്രയും എനർജി നിങ്ങൾക്ക് കിട്ടും. അത് ബേൺ ചെയ്യാനുള്ള വഴിയും നിങ്ങൾ കണ്ടുപിടിക്കണം. സ്കിൻ ഗ്ലോ കിട്ടും. നിങ്ങൾ തടിക്കുന്നതിനനുസരിച്ച് നല്ല സ്കിൻ ഗ്ലോ ഒക്കെ കിട്ടും തീർച്ചയായിട്ടും. പക്ഷേ അത് ബേൺ ചെയ്യാൻ, അത്രയും കാലറി ബേൺ ചെയ്യാൻ നിങ്ങൾ വേറെ വഴി കണ്ടുപിടിക്കണം. ഒരു 6 കിലോമീറ്റർ ഓടെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതിനൊക്കെ ഒത്തിരി കാലറി ഉള്ള ഭക്ഷണങ്ങളാണ് ഈ വീഡിയോസിലൊക്കെ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ വളരെ കാലറി കുറച്ചാണ്. ഇതിൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ കുറവ് കാലറി ഉള്ള ഡ്രിങ്കുകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ വെയ്റ്റ് റിഡക്ഷൻ നോക്കിയിട്ടാണ്, വെയ്റ്റ് റിഡക്ഷനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഡേറ്റ്സ് എടുത്തോളൂ, 2 ബനാന എടുത്തോളൂ, അല്ലെങ്കിൽ 5-8 ഡേറ്റ്സ് ഉപയോഗിച്ചോളൂ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഒത്തിരി കാലറി ഉള്ള ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ടുകളാണ്, ആൻഡ് ഹൈ കാലറി ഉള്ള നട്ട്സ് ആണ് കാഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതൊരിക്കലും നിങ്ങളുടെ വെയ്റ്റ് റിഡക്ഷന് സഹായിക്കില്ല. നല്ല ഡ്രിങ്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും പറയുമ്പോൾ ഇതിൻ്റെ എന്ത് കാലറി ഉണ്ടായിരിക്കും, ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എന്താണ് എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വർക്കൗട്ട് സെറ്റ് തീർച്ചയായിട്ടും ബെല്ലി ഫാറ്റ് റിഡക്ഷൻ ആണ്. പെട്ടെന്ന് ചെയ്യാവുന്ന ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടിൻ്റെ ഒരു സെറ്റ്. ഈ ഒരു ഡ്രിങ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെല്ലി ഫാറ്റ് റിഡക്ഷൻ്റെ വർക്കൗട്ടാണ് അടുത്തത് വരിക. അതിനുശേഷം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. വളരെ സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ. അത് സ്പെഷ്യലി ഹെർണിയേറ്റഡ് ഡിസ്ക് പ്രൊലാപ്സ് എന്നുള്ള പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് വരാതിരിക്കുന്നതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് എക്സസൈസസ്. കാരണം ഇപ്പോൾ ഹെർണിയേറ്റഡ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ അടങ്ങിയതായിരിക്കും സെക്കൻഡ് വീഡിയോ കേട്ടോ. അപ്പോൾ വെയിറ്റ് ഫോർ ഇറ്റ്. അതിനുശേഷം നമുക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, ഇതേപോലെ ഹെൽത്തി ഡയറ്റ് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് എൻ്റെ ക്ലയൻസിനെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് മാത്രം വെയിറ്റ് ഉറപ്പിക്കുന്ന രീതിയാണ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ലവ് യു.